അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ജിനീഷിനെ ഈ ബിനു അടിമാലി സ്റ്റാർ മാജിക്കിന്റെ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള റൂമിൽ കയറ്റി അതിനുശേഷം ഇയാളെ പുറത്ത് കയറുന്നു, കഴുത്തിന് കുത്തിപ്പിടിച്ചു, ക്യാമറ തല്ലിപ്പൊട്ടിച്ചു, എടുത്തിട്ട് ഇടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തു എന്നാണ് ജിനീഷ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം വന്ന് പറയുന്നത്. പേടിച്ചിട്ടാണ് എന്നെ ഈ ബിനു അടിമാലി കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി, അതിന്റെ പേരിൽ എനിക്ക് അത്രത്തോളം പേടിയായതിന്റെ പേരിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം വന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ജിനീഷ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ബിനു അടിമാലി ഇപ്പോൾ സൂരജ് പാലക്കാടിന്റെ വീഡിയോയിൽ വന്ന് നിഷേധിക്കണ്ടേ. കാരണം നമ്മളെല്ലാവരും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാത്തിരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താണ് നമ്മുടെ ബിനു അടിമാലി സൂരജ് പാലക്കാടിന്റെ ഒരു വീഡിയോയിൽ വരികയും ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ വയ്യാത്ത മോളാണ്, എൻ്റെ വയ്യാത്ത മോളെ പിടിച്ച് ഞാൻ വേണമെങ്കിൽ സത്യം ചെയ്യാം, ഒരു കാരണവശാലും ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, ഞാൻ ഒരാളല്ല, ഞാൻ ക്യാമറ തല്ലി പൊട്ടിക്കത്തില്ല, എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ ബിനു അടിമാലി പറയുന്നത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾ കേട്ടു. എൻ്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം. ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല. എനിക്ക് അതിനപ്പുറത്തൊന്നും ഒരു ജന്മമില്ല. ഞാൻ എൻ്റെ ഈ ഒരു ആയുസ് ജീവിതം എൻ്റെ. അപ്പൊ കേട്ടില്ലേ ബിനു അടിമാലി പറയുന്നത്, ഞാൻ ഒരു കാരണവശാലും ഇങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് കരഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മുടെ സൂരജ് പാലക്കാടിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എന്താണ് നമ്മുടെ ജിനീഷും അതേ കൂടെ തന്നെ ഈ സ്റ്റാർ മാജിക്കിന്റെ ക്രൂ മെമ്പേഴ്സിലുള്ള ആളും നമ്മളുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് ഈ ക്രൂ മെമ്പേഴ്സിലുള്ള ആൾ പറയുന്നത് നിങ്ങൾ കേൾക്കാം. അയാൾ പറയുന്നത്, ഞാൻ വന്ന് ഈ റൂം ചവിട്ടി പൊളിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. എന്തായാലും ഞാൻ ആ ഒരു വോയിസ് കൂടെ അവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ അതിനകത്ത് മനസ്സിലാവും ഈ ബിനു അടിമാലി പറയുന്നതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ അതുകൂടെ ഒന്ന് കേട്ടു. പ്രതികരിച്ചെങ്കിൽ അത് തിരിച്ച് ശക്തരാകും. ശക്തരായി കഴിഞ്ഞ് ഡോർ തുറന്നിട്ടില്ല. ഒന്ന് ആലോചിച്ചിട്ട് നടക്കാൻ പോണത് അകത്ത് നടക്കാണ് ഭീകരമായിട്ട് മിക്കവാറും കൊലപാതകം എന്തെങ്കിലും നടക്കുക. ഞാനിപ്പോ ഒന്നുകൂടി ആക്റ്റീവായി, അതായത് ആളിപ്പോ അത്രയ്ക്കും എന്തൊക്കെ പറഞ്ഞു കൂട്ടി അത് ഇതിനനുസരിച്ച് ഞാനും കൂടി അവിടെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ പിടിച്ചു അവൻ നിൽക്കുന്നു, നീ വെറുതെ ഇരിക്കുകയാണ്, കവന്മാരെന്നിരിക്കുകയാണ്, അപ്പൊ നിന്റെ മുഖത്ത് പാടൊക്കെ ഉണ്ടായിട്ട് ഞാൻ അതാണ് ചവിട്ടി തുറന്നത്. ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാൻ ഞാനവിടെ സ്ഥലത്തില്ല, അത് രൂക്ഷമായി നീ പ്രതികരിക്കും. ഇപ്പോൾ കേട്ടില്ലേ, ഇത് പറയുന്നത് ഈ സ്റ്റാർ മാജിക്കിന്റെ ക്രൂ മെമ്പേഴ്സിലുള്ള ആളാണ്. അയാളാണ് പറയുന്നത്, ഞാൻ ഈ റൂം ഒന്ന് ചവിട്ടി പൊളിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ആരെ ഈ ജിനീഷ് എന്ന് പറഞ്ഞ ആളെ ഇയാള് എന്താക്കി തീർത്തേനെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്രൂ മെമ്പേഴ്സിലുള്ള ആള് വന്ന് പറയുന്നത്. അയാൾ ആരാണെന്ന് നമുക്ക് ഇതുവരെയ്ക്കും വ്യക്തമായിട്ടില്ല. എന്തായാലും അയാളുടെ വോയിസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തന്നെയല്ലേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. കാര്യം അങ്ങനെ ഒരു സംഭവം ആ റൂമിൽ നടന്നു, അത്രത്തോളം വലിയ രീതിയിൽ ക്യാമറ തല്ലി പൊട്ടിച്ച് എടുത്തിട്ട് ഇടിച്ചെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ക്രൂ മെമ്പേഴ്സിലുള്ള ആളും വന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ബിനു അടിമാലി നിഷേധിക്കുകയാണ്, ഇങ്ങനൊരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ജിനീഷിൻ്റെ അടുത്ത് നമ്മുടെ ബിനു അടിമാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വലിയ വലിയ ബന്ധങ്ങളുണ്ട്, എനിക്ക് വലിയ വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും നമ്മുടെ സൂരജ് പാലക്കാടിന്റെ വീട്ടിൽ വന്ന് ആര് നിഷേധിച്ചു? ഈ ബിനു അടിമാലി നിഷേധിക്കുന്നത്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞേ ഇല്ല. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പും ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. ബിനു അടിമാലി സംസാരിക്കുന്ന ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. കാരണം അതിനകത്ത് പറയുന്നത്, എനിക്ക് തിരുവനന്തപുരത്ത് ഒരുപാട് ആൾക്കാരുടെ ബന്ധങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങൾ അതുകൂടെ ഒന്ന് കേട്ടു. നമുക്കുള്ള ഇനിയിപ്പം എന്നെ ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം വെച്ചാൽ ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. കാര്യം എന്നാന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ച് നമുക്ക് ആരെയും ഉപദ്രവിക്കാം, നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം. തിരുവനന്തപുരത്തെ നമ്പർ 1 കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ വെള്ളം അടിച്ചിട്ട് ഞെട്ടിയിട്ട് എനിക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. പരസ്യമായിട്ട് ഫ്ലവേഴ്സിൽ നിന്ന് തെറി പറഞ്ഞ ഏക വ്യക്തി ഞാനാണ്. കേട്ടില്ലേ? അപ്പോൾ ഇത് സംസാരിക്കുന്ന ആരാണെന്ന് അറിയോ? ഇത് നമ്മുടെ ബിനു അടിമാലിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എനിക്ക് തിരുവനന്തപുരത്ത് ഇന്ന ആൾക്കാരായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട്, ഞാൻ പരസ്യമായിട്ട് എന്താണ് സ്റ്റാർ മാജിക്കിന്റെ പ്ലാറ്റ്ഫോമിൽ തെറി വിളിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ബിനു അടിമാലി തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഈ സൂരജ് പാലക്കാടിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടേ ഇല്ലെന്ന് കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതൊരു പൊറാട്ട് നാടകമാണെന്നാണ് കാണുന്ന എല്ലാ ആൾക്കാർക്കും, എനിക്കുൾപ്പെടെ തോന്നിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ബിനു അടിമാലിക്ക് ഒരു പരിധിവരെ പങ്കുണ്ട്. കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഉള്ള തക്കതായിട്ടുള്ള കാരണങ്ങളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ നമ്മുടെ ബിനു അടിമാലി തന്നെ കൊണ്ട് തന്നിരിക്കുന്നു. പിന്നെന്താ അതിനകത്ത് പറയേണ്ടത്? എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജിനീഷ് പറയുന്നതാണോ. അപ്പോൾ എന്തായാലും ഈ നമ്മൾക്ക് ഇത്രയും കേട്ടതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിനു അടിമാലി തന്നെയാണ് കഥയിലെ വില്ലൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതിനകത്ത് വില്ലൻ ആരാണെന്നുള്ള കാര്യം. വരും ദിവസങ്ങളിൽ ഇതിനകത്തുള്ള കുറച്ച് വിവരങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്, ഗുഡ് ബൈ.